ധ്യാൻ ചേട്ടാ ഇപ്പൊ ഇതിനകത്ത് അവർ ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ധ്യാൻ ചേട്ടന്റെ മുഖം കാണിക്കുന്നത്. ഓ അങ്ങനെ ഉണ്ടോ? ആ, അതെ 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 അതെ. യെസ് യെസ്. ഈ സിനിമയെ കുറിച്ച് ഒന്നും അതല്ല ചോദിച്ചില്ലല്ലോ അതിലേക്കല്ലേ bloody fool. വരുന്നത്. ആ, ആ, ആ. കല്യാണമരത്തില് ഒരു ദേവദത്ത ദേവത ദേവത. കല്യാണമരത്തിലൊരു മാഷാണല്ലോ. ആ. അപ്പൊ ഈ മാണിക്കക്കല്ലിലെ പൃഥ്വിരാജിനെ പോലെ അങ്ങനെ ചെപ്പിലെ ലാലേട്ടനെ പോലെ അങ്ങനെയൊക്കെ ചെയ്യാനാണോ? അതില് മാണിക്കക്കല്ലായിക്കോട്ടെ ചെപ്പായിക്കോട്ടെ ആ. ഇതൊക്കെ അവരുടെ കഥ പറഞ്ഞിരുന്ന അല്ല സ്കൂൾ കലാലയം അല്ലെങ്കിൽ സ്കൂൾ അതിനെ ചുറ്റിപ്പറ്റി നടന്നിരുന്ന കഥകളും സംഭവങ്ങളൊക്കെ. ഇത് ദേവുവിന്റെ ലൈഫും പുള്ളിക്കാരിയുടെ ചെറിയൊരു ആഗ്രഹവും സ്വപ്നവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൽ ഒരു ഏരിയയില് അല്ലെങ്കിൽ പുള്ളിക്കാരി പഠിക്കുന്ന സ്കൂളിലെ മാഷായിട്ട് എന്നെ പറ്റി ചുറ്റിപ്പറ്റിയോ ആ സ്കൂൾ ചുറ്റിപ്പറ്റിയോ അല്ല ഈ കഥ. ഈ കഥ ഇവരുടെ കുടുംബവും ആ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവവും എക്സ്റ്റൻഡഡ് ക്യാമിയോ അപ്പൊ കൈൻഡ് ഓഫ് എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്ന് പറയും. ഓ അപ്പോ ഇതിൽ അത്ര അന്ന് എന്ന് പറയണ്ട ഈ കഥാ പശ്ചാത്തലം മെയിനായിട്ട് ഈ സ്കൂളൊന്നും അല്ല, ഇവരുടെ വീടും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവവും കാര്യങ്ങളൊക്കെ. ധ്യാൻ ചേട്ടനും മാഷുമാരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ഫേവറേറ്റ് മാഷ് എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ +2 പരീക്ഷ കഴിഞ്ഞിട്ട് ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഒരു മാഷ. എന്താ പറയണ അടിക്കുമ്പോ? ഒരുമിച്ച് ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു. അടിച്ചുണ്ട് അതൊരു ഓർമ്മ. അത് നല്ല ബന്ധം ഉണ്ടായിട്ടുള്ള ടീച്ചർമാരുണ്ടായിട്ടുണ്ട് വളരെയധികം. എന്ന് വെച്ചാ അന്നൊക്കെ എന്റെ ടീച്ചർമാര് ഇരുന്നിട്ട് അവര് രാത്രിയൊക്കെ ഭർത്താക്കന്മാരുടെ ഒക്കെ എന്നോട് പറയായിരുന്നു ഫുൾ പ്രശ്നം. ഞാൻ പറഞ്ഞു മാം ടെൻഷനാണ്. വെച്ചാൽ അന്നും എന്റെ ജോലി എന്താ അറിയാമോ? സമാധാനിപ്പിക്കുക, ടീച്ചർമാരെ സമാധാനിപ്പിക്കുക. ടീച്ചർമാര് ഭയങ്കര, കാരണം ചില ഭർത്താക്കന്മാരൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യും. പക്ഷെ എന്റെ ടീച്ചറിന് എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ക്ലാസ് ടീച്ചറാ സമയത്ത് ചെന്നൈയില്. പുള്ളിക്കാരിക്ക് എന്തോ മനസ്സിൽ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടീച്ചർ എന്റെ ഫേവറേറ്റ് ടീച്ചറുമാണ്, എന്റെ ഭയങ്കര ബന്ധമാണ്. ഞാൻ ചോദിച്ചു എന്താ ടീച്ചറിന്റെ മുഖത്ത് ഭയങ്കര വിഷമം ഈടെയായിട്ട്? ഇവരങ്ങ് പൊട്ടിക്കരഞ്ഞ് എന്നിട്ട് എന്നോട് കുടുംബ പ്രശ്നങ്ങള് വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാം. എന്നോട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എന്നുവെച്ചാൽ അതിനേക്കാളും വലിയ പ്രശ്നത്തിലാണ് ഞാൻ. തോറ്റ് എങ്ങനെയൊക്കെ പാസ്സാകുമെന്നൊക്കെ ഉള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഞാൻ. എന്റെ ടീച്ചറിന്റെ കുടുംബ പ്രശ്നം അടക്കം അന്ന് ആ കാലത്ത് ഞാൻ സോൾവ് ചെയ്ത് കൊടുത്തു. ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ഏത് കാലത്താണ്? നീ IAS ആയാലും എന്നെ വിളിക്കണം. അതെ അതെ, ആ കുട്ടിക്ക് കുടുംബ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുടുംബ പ്രശ്നമല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ പൊളിറ്റിക്കൽ പ്രഷർ ഒക്കെ വരുമല്ലോ, അങ്ങനെയുള്ള ഘട്ടം വരുമ്പോ എന്നെ ഓർത്താ പ്രഷർ വരുന്ന ഒരു ഘട്ടം വരുമല്ലോ, അപ്പൊ ഓർത്താ മതി മാഷെ. എന്താ പറയൂ, കല്യാണ മരത്തിൽ ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം? കല്യാണ മരം നമ്മൾ ഹൈ എക്സ്പെക്ടേഷൻസ് നമ്മൾ തരുന്നില്ല, കാരണം അതെല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അല്ലെങ്കിൽ ഫൈറ്റ് മാസ് അങ്ങനത്തെ ഒരു മൂവി അല്ല, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു ഫാമിലിയുടെ കഥ, ഫാമിലിക്ക് പ്രിയപ്പെട്ട കുറെ ആൾക്കാര്, അവര് തമ്മിൽ നടക്കുന്ന കുറെ കാര്യങ്ങള്, ആ ഫാമിലിയുടെ ഒത്തിരി ആ ഒരു സിറ്റുവേഷൻസ് അവരെങ്ങനെ അത് ഓവർകം ചെയ്യുന്നു, അതൊക്കെയാണ്. പിന്നെ എങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഇതിപ്പോ ഏറ്റവും സ്യൂട്ടബിൾ ഡേറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മള് എക്സാംസ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആ ഒരു എക്സാം ടെൻഷൻ കഴിഞ്ഞ് സമാധാനായിട്ട് ഫാമിലിയുടെ കൂടെ പോയിരുന്നു കാണാം. എക്സാം ഇല്ലേ? എനിക്ക് ഫ്രൈഡേ ഉണ്ടായിരുന്നു, ഇനി മൺഡേ ഉണ്ട്. അല്ല ഞാൻ മാത്രല്ലല്ലോ എക്സാം നമ്മളൊക്കെ പരീക്ഷ എഴുതി പൊട്ടിയതാ. നിന്റെ കാര്യം പറഞ്ഞ ടെൻഷൻ ഉണ്ടോ? ഇല്ല, പഠിച്ചു. അപ്പൊ എന്റെ സംശയം അറിയാമോ, ഈ റിലീസ് ആലോചിച്ചായിരിക്കോ ടെൻഷൻ, എക്സാമിനെ കുറിച്ച് ടെൻഷൻ? ഏതിനാ കൂടുതൽ ടെൻഷൻ? അതിപ്പോ എക്സാം ഇപ്പൊ നമ്മൾ ഓരോ സബ്ജക്ട് അനുസരിച്ചിരിക്കും ടെൻഷൻ. അതുപോലെ മൂവിയും, നമ്മൾ ഏത് മൂവിയാണോ ചെയ്തത് അതിന്റെ എത്ര റിസ്ക് ഫാക്ടർ ഉണ്ട് അതനുസരിച്ചായിരിക്കും ടെൻഷൻ. എപ്പോഴും എല്ലാ മൂവിക്കും എല്ലാ എക്സാമിനും ഒരേ ടെൻഷൻ ഉണ്ടാകണമെന്നില്ലല്ലോ. എല്ലാത്തിനും ഒരു അനാലിസിസ്, ലോജിക്കൽ അനാലിസിസ് നടക്കുന്നുണ്ട്. That is great. Yes, truly amazing. Yes, marvelous. അല്ല അത് വേണം, ഇന്ന് അത് വേണം ജീവിതത്തിലൊരു. അല്ല നമുക്കില്ലാതെ പോയതും ജനറേഷൻ ഉള്ളതും അതാണ്. ബിക്കോസ് ഇപ്പൊ എന്റെ മോളുണ്ട്. അപ്പൊ എന്റെ മോളോട് ഞാനിപ്പോ
ഇപ്പൊ ഇങ്ങനെ അവള് ഇപ്പൊ അവിടെ പോയിട്ട് എന്താ സാധനം എടുത്തു എന്ന് വെച്ചു. ഇപ്പൊ ഞാൻ ഡോണ്ട് ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവിടെ തന്നെ ചോദിക്കുന്ന അറിയുമോ വൈ നീ ചോദിക്കും. അതിന് ആ വൈന് നീ ഉത്തരം കൊടുക്കണം. അപ്പൊ നമ്മൾ അറിയാത്ത ഇംഗ്ലീഷില് നമ്മൾ ഈ വൈ ഉത്തരം പറയുന്നതിനേക്കാൾ ഞാൻ പറയും ടേക്ക് ഇറ്റ് ടേക്ക് ഇറ്റ്. അതുപോലെ ഷൗട്ട് ചെയ്താലൊക്കെ വയറ് എല്ലിങ് എന്നൊക്കെ ചോദിക്കും കുട്ടികള്. നിന്നോട് ആരും ചോദിച്ചു അല്ല അങ്ങനെയല്ല, ചോദിക്കും കുട്ടികള് കാര്യം പറഞ്ഞാൽ പോരെ എന്നൊക്കെ. നമ്മൾ അവരെ ജനറേഷൻ എന്താ വിളിക്കുക? ആൽഫ ബീറ്റ ഞാൻ ജെൻ ആൽഫ, ആൽഫ. ഇപ്പൊ ജെൻ ബീറ്റ തുടങ്ങി ബീറ്റ തുടങ്ങി. 2025 തുടങ്ങി. അപ്പൊ നമ്മള് ജെൻസി അല്ലെ, നമ്മളാരാ? ഞാൻ മില്ലേനിയൽസ് 80s. ഞാൻ മില്ലേനിയൽ, ഞാൻ 90s. 90s. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിന് ഇപ്പൊ എന്റെ മോളിപ്പോ ഷീസ് 7 years old. ജെൻ ആൽഫ. ആൽഫ അല്ലേ? ഞാൻ കൃത്യം ചേഞ്ചിങ് ടൈമില് ആ ട്രാൻസിഷൻ പീരീഡ് ഇല്ലായിരിക്കും അല്ലേ? അതെ. കറക്റ്റ്. അപ്പൊ അവരുടെ പറഞ്ഞു അപ്പൊ നമ്മൾ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ കാലത്ത് അറിയുമോ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചോദിക്കൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു അല്ല അമ്മ പറഞ്ഞു ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് അയ്യോ അച്ഛൻ പറഞ്ഞു ഓടിപ്പോയി കളയും. ഇവര് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതൊന്നുകൂടി പറഞ്ഞ അച്ഛൻ പറഞ്ഞിട്ട് എങ്ങനെയാ? അച്ഛൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അച്ഛനല്ലടാ എന്റെ കൂട്ടുകാരന്റെ അച്ഛൻ. അപ്പൊ എല്ലാ കാര്യത്തിനും you should answer. She will question. Yes. She will question why shouldn't I do that? Okay, ഇപ്പൊ നമ്മള് റീസൺ പറഞ്ഞാൽ will understand. നീ വേറെ ജനറേഷൻ ഈ ജനറേഷൻ അവരും അങ്ങനെ തന്നെയാണ്, നമ്മള് അങ്ങനെ. ആൽഫ. ഓക്കെ, അത് മസ്റ്റ് ആണല്ലോ ഇന്നത്തെ. അവർക്ക് റീസൺ വേണം. എല്ലാത്തിനും ഒരു ചോദ്യം ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അതിന് റീസൺ തരാണെങ്കിൽ ഓക്കെ വിൽ ബി കൺവിൻസ്ഡ് ആവണല്ലേ നിങ്ങള്. ഇപ്പൊ ഓക്കെ ആ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് പറയുന്നതെങ്കിൽ മനസ്സിലാവും. അങ്ങനെ അച്ഛനമ്മമാര് പറഞ്ഞിട്ട് കൺവിൻസ്ഡ് ആവാതെയും നിങ്ങൾ രണ്ടുപേരും രണ്ടഭിപ്രായത്തിൽ നിന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അതിപ്പോ എല്ലാ വീട്ടിലും ഉണ്ടാവൂലേ? അല്ല അങ്ങനെ വരുന്ന ഘട്ടത്തിൽ വാട്ട് വിൽ യു സ്റ്റാൻഡ്? യു വിൽ സ്റ്റാൻഡ് വിത്ത് യുവർ ഒപ്പീനിയൻ ഓർ ഫൈനലി വിൽ ഗോ വിത്ത് ദി പാരന്റ്സ് ഒപ്പീനിയൻ? ഇപ്പൊ ഐ സ്റ്റാൻഡ് വിത്ത് മൈ ഒപ്പീനിയൻ. അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മ അവരുടെ റീസണിങ് തന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാകണം അവരുടെ ഒപ്പീനിയൻ ആണ് കറക്റ്റ് എന്ന് തോന്നി. ഐ വിൽ ബി ലൈക്ക് ഓക്കെ ശരി നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് കറക്റ്റ്, അത് അക്സെപ്റ്റ് ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യാത്തൊരു ജനറേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പൊളിറ്റിക്കലി കറക്റ്റ് ഫാമിലി അല്ലേ? പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഒക്കെ ഉള്ള. അത് വേണ്ടേ? അത് വേണം. അതെല്ലാ നിന്റെ ഫാമിലി ഇല്ലാന്നേ ഉള്ളൂ. അഭിപ്രായം ചോദിക്കാൻ നമ്മളുണ്ടായിരുന്നില്ലല്ലോ. ഇതൊരു പാരന്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു സ്നീക് പീക്കും കൂടിയാണ് നമ്മുടെ ഈ ഇന്റർവ്യൂ സെഷൻ. അതെ അതെ. അപ്പൊ എന്തായാലും കല്യാണ വീട് വലിയൊരു കല്യാണ മരം, കല്യാണ രാമന്റെ കൂടെ പറഞ്ഞു. ഞാൻ എല്ലാരും ചോദിക്കും എന്താണ് പുതിയ മൂവി, ഞാൻ പറയും കല്യാണ മരം, കല്യാണ എല്ലാവർക്കും മരം എന്ന് പറയുമ്പോ എന്തോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റിയാണ് നമ്മൾ അത് വരെ തെറ്റിച്ച് പറഞ്ഞു എന്നുള്ളതാണ് കുട്ടി പറഞ്ഞത്. അല്ല അത് എല്ലാവർക്കും ഉള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. അവനതില്ല. മിനിമം നമ്മൾ ഇന്റർവ്യൂ വരുമ്പോ നമ്മൾ ആ പടത്തിന്റെ പേരെങ്കിലും പഠിച്ചിട്ട് വരണം. അതല്ലേ പ്രൊഫഷണലിസം. ടങ് സ്ലിപ്പ് ഒക്കെ ഹ്യൂമൻ എറർ ആണ്. കല്യാണ വീടാണ് അപ്പൊ കല്യാണമരം എന്ന സിനിമ ഒരു വലിയ വിജയമാവട്ടെ. നിങ്ങളുടെ കരിയറിൽ ഫിലിമോഗ്രഫിയിലൊക്കെ കല്യാണ മരത്തിലെ ആക്ടറാണെന്ന് പറയുമ്പോൾ ഒരു ബൂസ്റ്റ് കിട്ടട്ടെ. അതോടൊപ്പം അവളുടെ ഭാവിയിലേക്ക് എല്ലാ വിധത്തിലുള്ള whatever you are doing, keep it up. അല്ലേ? അതെ അതെ അതെ. നിനക്ക് വേണ്ടി ഞാൻ പറയേണ്ടി വരും. wish you a bigger, brighter, better future. Thank you. അല്ല അപ്പൊ ഒരുപാട് നന്ദി. താങ്ക് യു.